ഈ ഡ്രഗ് അബ്യൂസ് എന്ന് പറയുന്ന ആ ഒരു സംഗതിയിൽ അദ്ദേഹം രക്ഷപ്പെട്ടത് ഒരു ദൈവാനുഗ്രഹം കൊണ്ടാണെന്ന് അദ്ദേഹത്തിന് നല്ല തിരിച്ചറിവുണ്ട്. അത് വിൽ പവർ കൊണ്ടോ അല്ലെങ്കിൽ നമ്മളുടേതായിട്ടുള്ള ഒരു വല്ലാത്ത അധ്വാനം കൊണ്ടോ ഒന്നും സാധാരണഗതിയിൽ ഇത്തരം ഒരു ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെട്ട് കരകയറുക വളരെ അസാധ്യമായ സംഗതിയാണ്. 69 കുട്ടികൾക്ക് ഒരു സ്കൂളിൽ നിന്ന് എയ്ഡ്സ് ഡിറ്റക്റ്റ് ചെയ്തു എന്ന് പറയുമ്പം ബിസിനസ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് ബിസിനസ്സിനകത്ത് എത്തിക്സ് ഒന്നുമില്ല. മോഹൻലാൽ പറയുന്നത് പോലെ നാർക്കോട്ടിക്സ് ഇസ് എ ഡർട്ടി ബിസിനസ് എന്ന് പറയുന്ന ബിസിനസ്സുകാർ അടുത്ത തലമുറ ഫേസ് ചെയ്യാനിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. ഓരോരുത്തരുടെയും വീടിൻ്റെ മുൻപിൽ ഈ സാധനം വിറ്റ് കാശാക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളുണ്ടെന്നും, പക്ഷേ അവർ മുറിയിൽ അടച്ചിട്ടിരിക്കുമ്പോഴും അവരുടെ മൊബൈൽ ഫോണിലൂടെയും അവർ ഇൻട്രാക്ട് ചെയ്യുന്ന സോഷ്യൽ മീഡിയ സംഗതികളിലൂടെയും അധോലോകം ഇവരുടെ മുഴുവൻ സീക്രട്ടുകളും ചോർത്തിയെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. സമീക്ഷ. ഞാനിപ്പോൾ പറയാൻ പോകുന്ന വിഷയം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മലയാള മനോരമയിലും ദീപികയിലും ഒരുപോലെ കണ്ട ഈ വാചകമേള എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതുന്ന ഒരു ചെറിയ കോളമുണ്ട്. അപ്പോൾ അത് ഒരു 5-10 പേരുടെ ഒരാഴ്ച ശ്രദ്ധിക്കപ്പെടുന്ന ചില സ്റ്റേറ്റ്മെൻറ്റുകൾ എടുത്തെഴുതുന്നൊരു കോളമാണ്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് മലയാള മനോരമയിലും ദീപികയിലും ഒരുപോലെ വന്ന ജീത് തയ്യൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ, ഒരു 40s ഒരാളുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ അയാളുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്നെ ആകർഷിക്കാനുള്ള കാരണം, അതിന് തുടക്കം തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഐ എം നോട്ട് റോൾ മോഡൽ, ഞാനൊരു റോൾ മോഡലല്ല എന്നാണ്. കാരണം ഡ്രഗ് അബ്യൂസിൽ നിന്ന് രക്ഷപ്പെടുന്ന ആളുകൾ വളരെ ചുരുക്കമാണ്. അപ്പോൾ അത് പറഞ്ഞതിൽ തന്നെ നമുക്ക് മനസ്സിലാവും അദ്ദേഹം ഡ്രഗ് അബ്യൂസിന് വിധേയനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ 15 വയസ്സിൽ തന്നെ അദ്ദേഹം ഡ്രഗിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. അതിന് അദ്ദേഹത്തിൻ്റെ വളർന്നു വന്ന സാഹചര്യങ്ങളും അദ്ദേഹത്തിൻ്റെ കൂട്ടുകെട്ടുകളും ഒക്കെ കാരണമായിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. പക്ഷേ വളരെ വലിയ തോതിൽ അദ്ദേഹം ഡ്രഗ് ഉപയോഗിച്ച് ഡ്രഗിന് അഡിക്റ്റായി പിന്നീട് അദ്ദേഹം മോചിപ്പിക്കപ്പെട്ട ആളാണ്. അപ്പോൾ പല സ്ഥലങ്ങളിലും ഇദ്ദേഹത്തെ പ്രസംഗിക്കാൻ വേണ്ടി മോട്ടിവേഷൻ ടോക്കിന് വേണ്ടി വിളിക്കാറുണ്ട്. അദ്ദേഹം അത്യാവശ്യം ആർട്ടിക്കിൾസ് എഴുതുന്നുണ്ട്, കവിയാണ്, അങ്ങനത്തെ പ്രത്യേകതകളൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ അദ്ദേഹം പറഞ്ഞു വെച്ച ഒരു കാര്യമാണ് ഐ എം നോട്ട് റോൾ മോഡൽ. ഇപ്പോൾ നമ്മൾ ഒരു ഡ്രഗ് അബ്യൂസ് ചെയ്യുന്ന ഒരാളെ റോൾ മോഡലാക്കരുത് എന്നുള്ള ഒരു തിരിച്ചറിവ് അത് ആ മനുഷ്യൻ്റെ ഉന്നതിയിൽ നിന്ന് അദ്ദേഹത്തിനുണ്ടായതാണ്. പലപ്പോഴും അങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ ആളുകൾ ഇഷ്ടപ്പെടുകയില്ല. അവർ ഇഷ്ടപ്പെടുന്നത് ഞാൻ റോൾ മോഡലാണ് എന്ന് പറയാനാണ്. കാരണം ഇത്രയും വലിയൊരു കാര്യത്തെ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു അഡിക്ഷനിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ട് വന്നില്ലേ, നിങ്ങൾ എന്നെ കണ്ടോളൂ എന്ന് പറയാനാണ് പലപ്പോഴും ആളുകൾ ശ്രമിക്കുക. പക്ഷെ അദ്ദേഹം പറഞ്ഞത് തീർച്ചയായിട്ടും ഞാൻ റോൾ മോഡലല്ല. അതിൻ്റെ കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഡ്രഗ് അബ്യൂസ് എന്ന് പറയുന്ന ആ ഒരു സംഗതിയിൽ അദ്ദേഹം രക്ഷപ്പെട്ടത് ഒരു ദൈവാനുഗ്രഹം കൊണ്ടാണെന്ന് അദ്ദേഹത്തിന് നല്ല തിരിച്ചറിവുണ്ട്. അത് വിൽ പവർ കൊണ്ടോ അല്ലെങ്കിൽ നമ്മളുടേതായിട്ടുള്ള ഒരു വല്ലാത്ത അധ്വാനം കൊണ്ടോ ഒന്നും സാധാരണഗതിയിൽ ഇത്തരം ഒരു ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെട്ട് കരകയറുക വളരെ അസാധ്യമായ സംഗതിയാണ്. നമ്മളും ഈ മദ്യപാനത്തിനൊക്കെ അഡിക്ഷനായിട്ടുള്ള ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഡ്രഗ് അബ്യൂസിൽപ്പെട്ട ആളുകളെ ചുരുക്കമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള അവിടെ അടുത്ത തലമുറയിൽ നമ്മളത് വലുതായിട്ട് കാണും. വളരെ ശ്രദ്ധേയമായ ഒരു വാർത്ത വന്നത് ത്രിപുരയിലൊരു സ്കൂളിൽ ഒറ്റ സ്കൂളിൽ ഒരു ഡ്രഗുമായി ബന്ധപ്പെട്ട റെയ്ഡ് നടത്തി കുട്ടികളെ പരിശോധിച്ചപ്പം 69 കുട്ടികൾക്കാണ് എയ്ഡ്സ് രോഗം പിടിപെട്ടിട്ടുള്ളത്. എയ്ഡ്സ് രോഗം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് എന്ന് നമ്മൾ പറയും. പക്ഷേ സെക്ഷലി ട്രാൻസ്മിറ്റഡ് അല്ല, അത് ട്രാൻസ്മിറ്റഡ് ത്രൂ ബ്ലഡാണ്. ബ്ലഡിൽ നിന്ന് ബ്ലഡിലേക്കാണ്. അപ്പം സെക്സിലൂടെയും അത് പകരാം. അപ്പോൾ ഈ കുട്ടികൾക്ക് ഇതെങ്ങനെയാണ് വന്നിട്ടുണ്ടാവുക? ഇവർ ലഹരി ഉപയോഗിക്കുന്ന ഇഞ്ചക്ഷൻ ചെയ്തിട്ടാണ്. അപ്പം ഈ ഡ്രഗ് ഉപയോഗിച്ച കുട്ടികളിൽ ഏതോ ഒരു കുട്ടിക്ക് എയ്ഡ്സ് ഉണ്ടായിരുന്നു. അത് മാതാപിതാക്കളിൽ നിന്ന് വന്നതാവാനാണ് സാധ്യത. എയ്ഡ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടി ഇവർ സിറിഞ്ച് ഒരിക്കലും ഡ്രഗ് ഉപയോഗിക്കുന്നതാണ്. അവനെ സംബന്ധിച്ച് ഫ്രഷ് സിറിഞ്ച് ഉപയോഗിക്കണമെന്നോ ഒരാൾക്ക് ഉപയോഗിച്ച നീഡിൽ വേറൊരാൾക്ക് ഉപയോഗിക്കണം അങ്ങനത്തെ യാതൊരു പ്രിൻസിപ്പിളും ഇല്ല. അവരെ സംബന്ധിച്ച് ഈ സാധനം എങ്ങനെയും അകത്ത് കുത്തിക്കയറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഇവർ ഈ കൊക്കൈൻ പോലത്തെ സാധനങ്ങൾ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തിട്ട് 1 ml വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന പൗഡറൊക്കെയാണ് പലപ്പോഴും. ഇത് ഒരു സ്പൂണിനകത്ത് എടുത്ത് വെള്ളത്തിൽ സിനിമയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തിട്ട് അത് സിറിഞ്ചിനകത്ത് വലിച്ചെടുത്ത് കുത്തിക്കയറ്റുക ചെയ്യാം. അപ്പോൾ ഇത് നീഡിൽ എല്ലാവരും കോമൺ ആയിട്ട് ഉപയോഗിക്കും. ഒരു നീഡിലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ സാധനം മിക്സ് ചെയ്ത് വെക്കും. ഒരുത്തണ്ട് കുത്തി അതെടുത്തു, അടുത്തവൻ കലക്കി, അവൻ കുത്തി, അങ്ങനെ കുത്തി നൂറുകണക്കിന് ആളുകൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. കാരണം എല്ലാവർക്കും തന്നെ ഇപ്പം നമ്മളുടെ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ഒരു എയ്ഡ്സ് രോഗാണു കടന്നാൽ അയാൾക്കത് വന്നോളം നിർബന്ധമൊന്നുമില്ല.
അപ്പോൾ അത് 5-10 പേരിൽ കിടക്കുമ്പോൾ ഒരാളെയാണ് അത് ഇൻഫെക്റ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇത് 69 കുട്ടികൾക്ക് ഒരു സ്കൂളിൽ നിന്ന് എയ്ഡ്സ് ഡിറ്റക്റ്റ് ചെയ്തു എന്ന് പറയുമ്പം ഈ മയക്കുമരുന്ന് ഉപയോഗം എത്ര വ്യാപകമാണെന്ന് വിചാരിക്കും. സ്കൂളാണെന്ന് ഓർക്കണം. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് ഈ സംഗതി ഉപയോഗിക്കുന്നത്. നമ്മുടെ തലമുറ എങ്ങോട്ടാണ്? ഈ ഭരണത്തിലിരിക്കുന്ന ആളുകളുടെ വലിയ ഒത്താശയോടുകൂടി നടത്തുന്ന 1-ാം നമ്പർ ബിസിനസ്സാണ്. നമ്മളെ ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമയിൽ കണ്ടു. ഡ്രഗ് വിൽക്കുന്നതും അത് രാഷ്ട്രീയക്കാർ ഉപയോഗിക്കുന്നതൊക്കെ ആ സിനിമയിൽ അഡ്രസ്സ് ചെയ്തിട്ടുള്ള വിഷയമാണ്. ഇതൊരു രഹസ്യമേ അല്ല. രാഷ്ട്രീയക്കാർക്ക് പണം കിട്ടിയാൽ മതി, അവരെന്ത് പിന്നെ സംഗതിക്ക് കൂട്ടി നിൽക്കും, അവർക്ക് പണം കിട്ടിയാൽ മതി. ബിസിനസ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് ബിസിനസ്സിനകത്ത് എത്തിക്സ് ഒന്നുമില്ല. മോഹൻലാൽ പറയുന്നത് പോലെ നാർക്കോട്ടിക്സ് ഇസ് എ ഡർട്ടി ബിസിനസ് എന്ന് പറയുന്ന ബിസിനസ്സുകാർ ഇത്തരം ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിലുണ്ട് എന്ന് തോന്നുന്നില്ല. അവർക്കൊരു ഡർട്ടി ബിസിനസ്സും ഇല്ല. അവരെന്ത് സാധനവും വിറ്റ് കാശുണ്ടാക്കും. അപ്പോൾ ഈ സാധനം വിറ്റ് കാശുണ്ടാക്കും. ഇത് അത്യാവശ്യം ബോധമുള്ളവൻ വാങ്ങിക്കത്തില്ല. അതുകൊണ്ട് മുതിർന്നവരുടെ അടുത്ത് ഈ കച്ചവടം നടക്കുകയില്ല. പിള്ളേരുടെ അടുത്താകുമ്പോൾ വളരെ എളുപ്പമാണ് ഈ പരിപാടി. ഇവന് ആദം ബോധമില്ലാത്തതുകൊണ്ട് വാങ്ങിയെടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല സുഖമാണെന്ന് തോന്നും. 4 ദിവസം ഉപയോഗിച്ച് കഴിയുമ്പോൾ അഡിക്റ്റ് ആവും. പിന്നെ അമ്മയുടെ കഴുത്തിലെ താലിമാല പറിച്ചിട്ടോ അപ്പൻ്റെ പേഴ്സും മുട്ടിച്ചിട്ടോ എങ്ങനെയും പണം ഉണ്ടാക്കിക്കൊണ്ടുവരും. അത് വീണ്ടും ഉപയോഗിക്കും. ഇത് കേരളത്തിലും പല സ്കൂളുകളിലും വ്യാപകമാണ് എന്നുള്ളത് പരസ്യമായ ഒരു രഹസ്യമാണ്. അതുകൊണ്ടാണല്ലോ പോലീസുകാരിപ്പം എല്ലാ സ്കൂളുകളിലും വന്ന് സ്റ്റുഡൻറ്റ് പോലീസ് ഒക്കെ പറഞ്ഞുള്ള സാധനങ്ങൾ ഉണ്ടാക്കുകയും ഇത്തരം കാര്യങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് വളരെ നിർബന്ധമായിട്ട് അത്തരം കൂട്ടരെ ഏൽപ്പിക്കുകയും ചെയ്യുന്നത്. കാരണം എല്ലായിടത്തും ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളുണ്ട്. വളരെ വ്യാപകമായി മയക്കുമരുന്ന് മാഫിയകളുണ്ട്. നമുക്കറിയാം, കഞ്ചാവ് വിറ്റവരെയൊക്കെ പലപ്പോഴും പിടിക്കുന്നതായിട്ട് നമ്മൾ പത്രത്തിലും മാധ്യമങ്ങളിലൊക്കെ കാണാറുണ്ട്. ഈ പറഞ്ഞ ആളുകളിലൊക്കെ ജയിലിലുണ്ടെങ്കിൽ കേരളം മൊത്തം ജയിലുണ്ടാക്കേണ്ടി വന്നതിന് അത്രയും ആൾക്കാർ ഇവർ ദിവസം പിടിക്കുന്നുണ്ട്. ഈ ആളൊക്കെ അവിടെ പോകുന്നു. ഈ പിടിച്ചവനൊക്കെ 10 ദിവസം കഴിയുമ്പോൾ പുറത്തിറങ്ങി പോകും. കാരണം ഇവൻ്റെയൊക്കെ മുതലാളി പുറത്തിരിപ്പുണ്ട്. അങ്ങനെ പല പല നെറ്റ്വർക്കുള്ള കോർത്ത് ചെല്ലുമ്പോൾ ഇത് ഏറ്റവും വലിയ കസേരകളിലേക്ക് എത്തും. ഏറ്റവും വലിയ കസേരകളിൽ ഇരിക്കുന്ന ആളുകൾ തന്നെയാണ് ഇത്തരം കച്ചവടങ്ങളെ നിയന്ത്രിക്കുന്നത്. ഈ ഡ്രഗ് എന്ന് പറയുന്ന അത്രത്തോളം വലിയൊരു ഭ്രാന്താണെന്നും ഈ ഡ്രഗ് ഉപയോഗിക്കുന്നവരെ അവരുടെ ചേഷ്ടകൾ, ഭ്രാന്തുകളൊക്കെ നമ്മളുടെ ഒരു സിനിമാ നടനുണ്ട്, വളരെ പോപ്പുലറായിട്ടുള്ള ആളാണ്. ഇൻ്റർവ്യൂകളിൽ കുരങ്ങിൻ്റെ മാതിരി പിന്നെ ആ കസേരയിൽ നിന്ന് ഇങ്ങോട്ട് ചാടുക, മറ്റേ കസേരയിൽ നിന്ന് മേലോട്ട് ചാടിയൊക്കെ ഇൻ്റർവ്യൂ നടത്തുന്നൊരു സിനിമാ നടനുണ്ട്. ഞാൻ ആളുടെ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പം അതൊക്കെ കുട്ടികളുടെ ഇടയിലൊക്കെ വലിയ പോപ്പുലറാണ്. അപ്പോൾ ഇയാളുടെ ഈ ചേഷ്ടകൾ, ഇൻ്റർവ്യൂവിലൊക്കെ ഇയാൾ കാണിക്കുന്ന ചേഷ്ടകൾ കണ്ടുകൊണ്ട് കുട്ടികൾ കക്കാന്ന് പറഞ്ഞ് ചിരിക്കുന്നതും അയാൾക്കൊരു താരപരിവേഷം ലഭിക്കുന്നതും നമ്മൾ കാണാറുണ്ട്. അവിടെയാണ് ഈ ജീത് തയ്യിൽ പറഞ്ഞ സെൻറ്റൻസിൻ്റെ പ്രാമുഖ്യമുള്ളത്. ഐ എം നോട്ട് എ റോൾ മോഡൽ. ഡ്രഗ് ഉപയോഗിക്കുന്ന ആൾ ഒരിക്കലും ഒരു റോൾ മോഡലല്ല. മൈക്കൽ ജാക്സൺ, നമുക്കറിയുന്ന വളരെയേറെ പ്രശസ്തനായ വ്യക്തി, ഡ്രഗ് ഉപയോഗിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ പിന്നെ ഗോഷ്ഠികളും കാര്യങ്ങളുമൊക്കെ, അദ്ദേഹം വലിയ പാട്ടുകാരനാണ്. ആ പാട്ടിനിടയിലൂടെ അയാൾ കാണിക്കുന്ന ഡാൻസുകൾ പലപ്പോഴും ഡാൻസുകളാണോ എന്ന് എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. ഒരുപക്ഷെ എനിക്ക് ഡാൻസ് അറിയാത്തത് കൊണ്ടായിരിക്കാം. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ യുവതലമുറയുടെ വളരെ പോപ്പുലറാണ്. പക്ഷേ അയാളൊന്നും ഒരിക്കലും അയാളുടെ റോൾ മോഡൽ എന്ന് പറയാനുള്ളൊരു ധൈര്യം കാണിച്ചിട്ടില്ല. ഈ ഒരു മനുഷ്യൻ അത്തരമൊരു ധൈര്യം കാണിച്ചു. തിരിച്ചറിയുക, ഡ്രഗ് എന്ന് പറയുന്നത് അടുത്ത തലമുറ ഫേസ് ചെയ്യാനിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. ഓരോരുത്തരുടെയും വീടിൻ്റെ മുൻപിൽ ഈ സാധനം വിറ്റ് കാശാക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളുണ്ടെന്നും നമ്മളുടെ കുട്ടികളൊക്കെ ഇത്തരം ആളുകളുടെ ശ്രദ്ധാവലയത്തിനുള്ളിലാണെന്നും പുതിയ ലോകമെന്ന് പറയുന്നത് AI പോലെയുള്ള പുതിയ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ വരുമ്പോൾ ഓരോ മനുഷ്യനും സ്വകാര്യതയിലിരിക്കുമ്പോഴും അവൻ്റെ സ്വകാര്യത മുഴുവൻ അധോലോകത്തിന് വളരെ കൃത്യമായി അറിയാമെന്നുള്ളതാണ് സത്യം. വേണ്ടപ്പെട്ടവർക്കറിയില്ല. കുട്ടികളെല്ലാവരും ഒരു കഥ കടച്ച മുറിയുടെ ഉള്ളിലാണ്. പാരൻസിനോ അല്ലെ വീട്ടിലെ മുതിർന്നവർക്കോ ഒരു കുഞ്ഞിൻ്റെയും ഹൃദയം പരിചയമില്ല. അത് അവർ മുറിക്കടച്ചിരിക്കുകയാണ്. പക്ഷേ അവർ മുറിയിൽ അടച്ചിട്ടിരിക്കുമ്പോഴും അവരുടെ മൊബൈൽ ഫോണിലൂടെയും അവർ ഇൻട്രാക്ട് ചെയ്യുന്ന സോഷ്യൽ മീഡിയ സംഗതികളിലൂടെയും അധോലോകം ഇവരുടെ മുഴുവൻ സീക്രട്ടുകളും ചോർത്തിയെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ ഇവർ ഓരോരുത്തരെയും ട്രൈസ് ചെയ്ത് അവരുടെ വ്യക്തിപരമായ വീക്ക്നെസ്സുകൾ കണ്ടെത്തി അവരിലേക്ക് അവരെത്തും. വേറെ ആർക്കും തിരിച്ചറിയാൻ പറ്റില്ല, കാരണം ഇവൻ ഒരു സ്വന്തം ലോകത്തിലാണ്. അപ്പോൾ ഇത് ഈ ട്രേസിങ്ങിൻ്റെ ഒരു കാര്യം പറഞ്ഞ് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു കാര്യം, എൻ്റെ ഇളയ മകളുടെ ഒരു ഫ്രണ്ട് എറണാകുളംകാരാണ്. അവരെല്ലാവരും മെഡിക്കൽ PG എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ എറണാകുളത്തുള്ള കുട്ടി തൃശ്ശൂർ ഒരു ഹോസ്റ്റലിൽ താമസിച്ചാണ് PG എൻട്രൻസ് എക്സാമിനേഷൻ എഴുതുന്നത്. വലിയൊരു ബിസിനസ്സുകാരൻ്റെ മോളാണ്. അപ്പോൾ ആ ബിസിനസ്സുകാരൻ്റെ വീട്ടിലേക്ക് ഒരു ഫോൺ വരുന്നു. ആ അമ്മയ്ക്ക്, നിങ്ങളുടെ മകളെ ഞങ്ങൾ തട്ടിയെടുത്തിട്ടുണ്ട് എന്നാണ് അതിൻ്റെ മെസ്സേജ്. എന്ത് വേണമെന്ന് പറഞ്ഞിട്ടില്ല, നിങ്ങളുടെ മകളെ ഞങ്ങൾ തട്ടിയെടുത്തിട്ടുണ്ട്, എന്ത് വേണമെന്നുള്ള 5 മിനിറ്റ്. ഇവർ പെട്ടെന്ന് പരിഭ്രമിച്ച് ഭർത്താവിനെ വിളിച്ചപ്പോൾ കിട്ടുന്നില്ല, മകളെ വിളിച്ചപ്പോൾ കിട്ടുന്നില്ല. അത്തരം ഒരു അവസരത്തിൽ ഒരു പാരൻ്റ് അന്തം വിട്ടുപോകും.
എന്തായാലും ഇവർ പിന്നെ മകളെ വിളിച്ച് കിട്ടാതെ വന്നപ്പോൾ കൂട്ടുകാരെ വിളിച്ച് അപ്പോൾ കിട്ടുന്നില്ല. ഉടനെ എൻ്റെ മോളെ വിളിച്ചു. അവൾ കോഴിക്കോടാണ്, ഈ കുട്ടികൾ തൃശ്ശൂരാണ്, പാരൻസുകൾ എറണാകുളത്താണ്. അപ്പം എൻ്റെ മകൾ അവളുടെ സുഹൃത്തായതുകൊണ്ട് അവളുടെ വേറെ സുഹൃത്തുക്കളെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല, അവൾ പിന്നെ ഹാളിൽ പോയിരുന്ന് പഠിക്കുന്നുണ്ട്, പഠിക്കാൻ വേണ്ടി മുകളിലെ ഹാളിൽ പോയിട്ട്. അപ്പോൾ കുട്ടി മിസ്സായിട്ടില്ല. ഇതേ നമ്പറിൽ നിന്ന് ഈ കുട്ടിയുടെ അച്ഛനും കോൾ വന്നു, നിങ്ങളുടെ മകളെ തട്ടിയെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. ഈ കോൾ വരുന്നത് പാകിസ്ഥാനിൽ നിന്നാണ്. അത് കോളർ ID വെച്ച് അവർക്ക് കാണാൻ പറ്റും. സോ നിങ്ങൾ കൃത്യതയോടെ മനസ്സിലാക്കണം, ഈ കുട്ടി ഫോൺ കയ്യിൽ വെച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ ഫോൺ പാരൻസിനെ വിളിച്ചിട്ടുള്ളത്. പാരൻസിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തി ചെറിയ സമയം കൊണ്ട് എന്തെങ്കിലും തുക വസൂലാക്കി എടുക്കാൻ പറ്റുമോ എന്നാണ് അവർ നോക്കുന്നത്. ഈ കുട്ടി പഠിക്കാൻ പോകുന്നു എന്നുള്ളതും ഇത്ര സമയത്ത് ഈ കുട്ടി ഫോൺ റൂമിൽ വെച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നതെന്നും ഒക്കെ ഈ ഫോൺ ചെയ്ത ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അറിയണം. ഇവരെ കുട്ടിയുടെ അടുത്തേക്ക് വരുന്നവരോ ഒരു പരിചയമുള്ളവരോ അല്ല. കോളർ ID പറയുന്നത് പാകിസ്ഥാനിൽ നിന്ന് ഫോൺ വരുന്നു എന്നാണ്. അപ്പം എത്ര കൃത്യമായി നമ്മളെ ഓരോരുത്തരെയും, മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ഓരോരുത്തരെയും ഡാർക്ക് വേൾഡ്, ഇരുണ്ട ഒരു ലോകമുണ്ട്, ഇരുണ്ട ഒരു ലോകം ടാർഗറ്റ് ചെയ്യുന്നുണ്ടെന്നും പഠിക്കുന്നുണ്ടെന്നും തിരിച്ചറിയുന്ന നമ്മൾ നല്ലതാണ്. നമ്മൾ ഓരോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് കയറുമ്പോഴും നമ്മളുടെ ഓരോ സ്വകാര്യതകളും, നമ്മളുടെ കോളുകൾ, നമ്മളുടെ ചാറ്റുകൾ, നമ്മളുടെ ബിഹേവിയർ, നമ്മളുടെ താല്പര്യങ്ങൾ എല്ലാം അവർ ചോർത്തിയെടുക്കും. ആ ചോർത്തിയെടുത്ത് എല്ലാ ഡീറ്റെയിൽസും കയ്യിൽ വെച്ചുകൊണ്ടാണ് ഒരു വ്യക്തിയുടെ നേരെ ആക്രമണം ഉണ്ടാവുക എന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ്. സമീക്ഷ ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും മറ്റു ചില വിഷയങ്ങളുമായി അടുത്ത ആഴ്ച നമുക്ക് കാണാം.